പൊതുസമൂഹത്തെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലാണ് ചർച്ചകൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നുകൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് അല്ല, മറിച്ച് പോർവിളികളാണ്. വളരെ ക്ലാസിക് ആയിട്ട് ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് മലയാളി ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലെത്തും എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ SKN നടത്തിയ എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഇന്നലെ ഈ SKN സംഘടിപ്പിച്ച ആ ചർച്ച അത്രയും ക്ലാസിക് ആയിട്ട് മാറാൻ കാരണം എന്താണെന്നറിയോ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പാർട്ടായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് തന്നെ ആ ചർച്ചയുടെ ഭാഗമായിട്ട് മാറി. പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് എന്നാണ് സംസാരിച്ചത്, മറിച്ച് ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്. നമസ്കാരം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച ഒരു പരിധിവരെ അനാവശ്യ ചർച്ചകളാണെന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? പൊതുസമൂഹത്തെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലാണ് ചർച്ചകൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നുകൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഈ TRP റേറ്റിംഗ് മാത്രം നോക്കിക്കൊണ്ട് മാധ്യമങ്ങൾ വാർത്ത ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും വളരെ ഗൗരവകരമായിട്ടുള്ള പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ആ വാർത്തകൾക്ക് വേണ്ടത്ര ഒരു സ്വീകാര്യത പൊതുസമൂഹത്തിൽ കിട്ടാതെ പോകുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില വാർത്തകളാണ്. അതായത് അസത്യങ്ങൾ പറയുന്ന ചില വാർത്തകൾ. ഈ അസത്യങ്ങൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊതുജനത്തിന് തന്നെ ഒരു ഇറിറ്റേഷൻ വന്നു തുടങ്ങും. അതുകൂടാതെ തന്നെ പിന്നെ ഏതെങ്കിലും സമയത്ത് സത്യങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് ആ സത്യങ്ങളെ പോലും പൊതുസമൂഹം വിശ്വസിക്കാത്തൊരു അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് സത്യം. ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് റെജി മേനോൻ, അതായത് ഏഷ്യാനെറ്റിന്റെ സ്ഥാപക ചെയർമാനായിട്ടുള്ള റെജി മേനോനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാട്ട് ബുൾഷിറ്റ് ഈസ് ഗോയിങ് ഓൺ ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം ചോദിക്കുന്നത്. സിന്ധു സൂര്യകുമാറുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. കാരണം വാട്ട് ഹെൽ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് അല്ല, മറിച്ച് പോർവിളികളാണ്. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കി വേണമെങ്കിൽ മാറ്റാം, സ്കൂൾ കലോത്സവത്തിലൊക്കെ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ചാനലുകളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്ന് പൊതുസമൂഹത്തിന് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് അരാഷ്ട്രീയമായിട്ടുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാനായിട്ട് കാരണവും എന്നെനിക്ക് തോന്നുന്നു. ഈ റീൽസുകളെ പ്രണയിക്കുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് കേരളത്തിലുള്ളത്. മറിച്ച് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന എത്ര ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് നോക്കൂ, ഇപ്പോൾ പല ചാനൽ ചർച്ചകളിലും എല്ലാ പാർട്ടികളുടെയും ആളുകൾ വന്നിരിക്കുന്നു. അതിനുശേഷം പരസ്പരം നടത്തുന്ന പോർവിളികൾ അല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇതിനൊക്കെ ഒരു അപവാദമായിക്കൊണ്ടാണ് ഇന്നലെ രാത്രി 8 മണിക്കാണ് എന്ന് എനിക്ക് തോന്നുന്നു 24 ന്യൂസിന്റെ അകത്തുള്ള ഒരു എൻകൗണ്ടർ സാധാരണ എത്തുക ഹാഷ്മിയാണ്. ഹാഷ്മിയെ സംബന്ധിച്ച് ഹാഷ്മി ഒരു പ്രാസം ഒപ്പിച്ചൊരു ദീർഘ ഡയലോഗ് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ എൻകൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്ത് വളരെ ക്ലാസിക് ആയിട്ട് ചർച്ചകൾ വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് മലയാളി ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിലെത്തും എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ SKN നടത്തിയ എൻകൗണ്ടർ എന്ന് പറയുന്നത്. SKN എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ആ ചർച്ചയുടെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പങ്കെടുത്തിരുന്ന ആളുകൾ, ഒന്ന് രമേശ് ചെന്നിത്തല, 2 CPMന്റെ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശ്രീ M സ്വരാജ്, MN കാരശ്ശേരി മാസ്റ്റർ, അതോടൊപ്പം തന്നെ K സുരേന്ദ്രൻ. ഇതിനകത്ത് ഒരു മോശപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കുക K സുരേന്ദ്രന്റെ മാത്രമാണ്. അതായത് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പോലെ അനാവശ്യമായ രാഷ്ട്രീയം, അതായത് റിയൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആരോപണ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ സുരേന്ദ്രന്റെ ഡയലോഗുകളിലൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എത്ര ഗംഭീരമായിട്ടാണ് ഇതിന്റെ ശബരിമല വിഷയത്തിൽ രമേശ് ചെന്നിത്തല അഭിപ്രായം പറഞ്ഞത്. കേരളത്തെ ഒരു തരി പോലും തെറ്റിദ്ധരിപ്പിക്കാതെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. പോർവിളികളല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം എത്ര കൃത്യമായിട്ടാണ് SKN ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുന്നു. ഞാൻ ഇന്ന രീതിയിലാണ് ആ വ്യവസായിയെ പരിചയപ്പെട്ടത്, ആ വ്യവസായിയോട് ഞാൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം ഞാൻ SITയുടെ മുമ്പിൽ പറയും, അപ്പോൾ SIT നിങ്ങളെ വിളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ SITക്ക് നൽകേണ്ടി വരും എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ഈ രമേശ് ചെന്നിത്തല പറയുന്ന സമയത്ത് അതിന് മറുപടി പറഞ്ഞ M സ്വരാജ് എത്ര മനോഹരമായിട്ടാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇതിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഈ അന്വേഷണത്തെ നമ്മൾ എന്തിനാണ് തടസ്സപ്പെടുത്തേണ്ടത്. എത്ര മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു പോയത്. M സ്വരാജ് പോലും ഇന്നലെ രമേശ് ചെന്നിത്തലയെ അഭിനന്ദിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇങ്ങനെയുള്ള ചർച്ചകളാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വരേണ്ടതെന്നേ.
ഇന്നലെ നടന്ന പോലെയുള്ള ചർച്ചകൾ. അതോടൊപ്പം തന്നെ എം എൻ കാരശ്ശേരി മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ പത്മകുമാറിനെ പുറത്താക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെത്ര ലളിതമായിട്ട്, എത്ര ഭംഗിയായിട്ട് കാരശ്ശേരി മാസ്റ്ററിന് പൂർണ്ണമായ ബഹുമാനം നൽകിക്കൊണ്ട് എത്ര നല്ല രീതിയിലാണ് അതിന് അദ്ദേഹം ഉത്തരം നൽകിയിട്ടുള്ളത്. എം സ്വരാജ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, കുറ്റപത്രം സമർപ്പിക്കട്ടെ. ഇപ്പോൾ പത്മകുമാറിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണ് എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് യഥാർത്ഥ വസ്തുതകൾ എന്ന് പുറത്തു വരട്ടെ. ആ പുറത്തു വന്നതിന് ശേഷം പാർട്ടി നിലപാടെടുക്കാം. ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ആ പാർട്ടിയിലുള്ള ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് ആ ആരോപണങ്ങളെല്ലാം വിശ്വസിച്ചുകൊണ്ട് അയാളെ പുറത്താക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരിച്ചടികൾ ആ പാർട്ടിക്ക് ഉണ്ടാവും. ഒരു പാർട്ടിയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളുടെ കുടുംബത്തിൽ ഒരാളെ നമുക്കറിയാം, അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന പരിപൂർണമായ ഒരു വിശ്വാസവും നമുക്കുണ്ട്. പക്ഷെ അയാൾക്ക് നേരെ ഒരു ആരോപണം ഉയർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അയാളെ സംരക്ഷിക്കാനല്ലേ നോക്കത്തുള്ളൂ. കാരണം അയാളെ നമുക്കറിയാം. ഒരു പാർട്ടിയുടെ, ഒരു CPM കാരന്റെ ആംഗിളിൽ നിന്ന് നോക്കുന്ന രീതി അങ്ങനെയാണ്. പക്ഷേ ഇത് പൊതുസമൂഹത്തെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ്. പത്മകുമാർ കുറ്റവാളിയാണ്. നമ്മുടെ പൊതുസമൂഹത്തിന് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ഞാനിത് ഈ വിഷയം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ ആ ഒരു ചർച്ച വർഷങ്ങൾക്ക് ശേഷം നല്ല ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഇന്നലെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. പല പല രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്, എന്താണ് സാർ ഇപ്പോൾ നിങ്ങളെ ഇപ്പം ഇങ്ങനെ രാത്രി അന്തിച്ചർച്ചകളിലൊന്നും കാണാറില്ലല്ലോ, എന്ത് പറ്റി, നിങ്ങളെ പാർട്ടി ഒഴിവാക്കിയതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി എന്താണെന്ന് അറിയോ? ഈ മഞ്ഞൾ മാറാത്ത കുറെ പിള്ളേർ വന്നിരുന്നിട്ട് നമ്മൾക്കൊന്നും ഒരു ബഹുമാനവും തരാതെ ഇങ്ങനെ കൈ ചൂണ്ടി, വിരൽ ചൂണ്ടി, വിളിക്കാത്ത അപ്പനും അമ്മയ്ക്കും വരെ വിളിക്കേണ്ട അവസ്ഥയുണ്ട്. അവിടെ സംസാരിക്കപ്പെടുന്ന രാഷ്ട്രീയമല്ല, അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോർവിളികളാണ്, തെമ്മാടിത്തരമാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമല്ല സംസാരിക്കുന്നത്. ഇങ്ങനെ വായുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു പറഞ്ഞ് അതിന് അവർക്കൊരു റീൽസ് ഉണ്ടാക്കണം ഒരു ദിവസം. ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന എല്ലാവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു റീൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് ചാനൽ ചർച്ചയിൽ പോയിരുന്ന് ഉണ്ടാക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഡേ അതെടുത്ത്, നെക്സ്റ്റ് ഡേ എന്ന് വേണ്ട, അന്ന് രാത്രി തന്നെ അത് എഡിറ്റ് ചെയ്ത് അവരുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടും. അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കുറെ മണ്ടന്മാരും ഉണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് 2 ഡയലോഗ് അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നവരാണ് ഹീറോ. അതിലൊരു ഹീറോയുടെ യഥാർത്ഥ മുഖം നമ്മൾ 2 ദിവസം മുമ്പ് പൊതുജനത്തിന് മുമ്പിൽ വലിച്ചു കീറിയിട്ട് കാണിച്ചു കൊടുത്തായിരുന്നു. ആരാണ് ഈ ജ്യോതികുമാർ ചാമക്കാല എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരുപാട് മുഖങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങൾ നമ്മളിനി പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥയുണ്ടല്ലോ, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ SKN എന്ന് പറയുന്ന ആള് കേരളത്തിലെ മാധ്യമ രംഗത്തിന്, ദൃശ്യ മാധ്യമ രംഗത്തിന് വലിയൊരു മാതൃകയാണ് കാട്ടിക്കൊടുത്തിട്ടുള്ളത്. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എല്ലാവരും ഈ മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് ദൃശ്യമാധ്യമങ്ങളുടെ, ദൃശ്യ വാർത്താ മാധ്യമങ്ങളുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആരോഗ്യകരമായ ചർച്ചകളിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ മലയാളി പ്രേക്ഷകരെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന വ്യക്തമായ ഒരു സന്ദേശമാണ് ശ്രീകണ്ഠൻ നായർ കേരളത്തിലെ എല്ലാ മാധ്യമ മുതലാളിമാർക്കും മാധ്യമ പ്രവർത്തകർക്കും നൽകുന്നത്. മറിച്ച് പോർവിളികളല്ല ഇവിടുത്തെ ഡിബേറ്റ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ മടുക്കുന്നേ. ഒരു ചർച്ചയാണെങ്കിൽ അതിനൊരു കൺക്ലൂഷൻ പോലും ഇല്ലാതെയാണ് പല ചർച്ചകളും അവസാനിക്കുന്നത്. വ്യക്തമായ ഒരു കൺക്ലൂഷൻ ഉണ്ടാവില്ല. അവരുടെ ഒരു ടൈം കഴിയുമ്പോഴേക്കും പറയാനുള്ള വിളിച്ചിരിക്കുന്ന ഗസ്റ്റിനെ ആണെങ്കിൽ പോലും അവരെ മുഴുവൻ പറയാൻ സമ്മതിക്കുന്നില്ല. ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന സമയത്ത് എന്ത് വിഷയമാണോ സംസാരിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവത്തില്ല. ഇന്നലെ ഈ SKN സംഘടിപ്പിച്ച ആ ചർച്ച അത്രയും ക്ലാസിക് ആയിട്ട് മാറാൻ കാരണം എന്താണെന്നറിയോ? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് പാർട്ടായിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആള് തന്നെ ആ ചർച്ചയുടെ ഭാഗമായിട്ട് മാറി. വളരെ ഗംഭീരമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് വിഷയം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിന് മറുപടി കൃത്യമായിട്ട് മാന്യമായ ഭാഷയിൽ അതിന് മറുപടി പറയാനായിട്ട് ആർക്ക് സാധിച്ചു? എം സ്വരാജിന് സാധിച്ചു. കാരശ്ശേരി മാസ്റ്റർ പൊതുസമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് എന്നാണ് സംസാരിച്ചത്. മറിച്ച് ഒരിക്കലും ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടിയിട്ടല്ല സംസാരിച്ചത്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ UDF പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BJP പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല MN കാരശ്ശേരി മാസ്റ്റർ സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചത് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തകനായിട്ട്, അല്ലെങ്കിൽ സാമൂഹിക നിരീക്ഷകനായിട്ട്, രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് കാരശ്ശേരി മാസ്റ്റർ ഇന്നലെ സംസാരിച്ചത്. അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. അതേസമയം K. സുരേന്ദ്രൻ മാത്രം അല്പം രാഷ്ട്രീയമൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, അദ്ദേഹത്തിൻ്റെ പ്രസന്റേഷൻ മോശമായിരുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ കുറച്ചുകൂടിയൊക്കെ ഒരു 2 സ്റ്റെപ്പ് കൂടി K. സുരേന്ദ്രൻ ഒന്ന് മുകളിലേക്ക് കയറാനുണ്ട്. എന്നാൽ മാത്രമേ, കാരണം സുരേന്ദ്രൻ സംസാരിക്കേണ്ടത് പാസ്റ്റിനെ കുറിച്ചല്ല,
പ്രസന്റ് പൊളിറ്റിക്സിനെ കുറിച്ചും ഫ്യൂച്ചർ പൊളിറ്റിക്സിനെ കുറിച്ചും സംസാരിക്കണം. അപ്പോൾ ഈ പാസ്റ്റ് പൊളിറ്റിക്സ് പറയേണ്ടടുത്ത് മാത്രമേ പറയാൻ പാടുള്ളൂ. അനാവശ്യമായിട്ടുള്ള അവസരങ്ങളിൽ പാസ്റ്റ് പൊളിറ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്നുള്ളൊരു ബോധ്യം കെ സുരേന്ദ്രൻ ഉണ്ടാണോ? അപ്പോൾ ഏതൊക്കെയായാലും SKNനോട് കേരളത്തിലെ മാധ്യമ ചർച്ചകൾ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇതുപോലെ ഒരു ചർച്ച ഇന്നലെ അങ്ങ് നടത്തിയത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരു മാതൃകയായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. ഏതൊക്കെയായാലും ഇതുപോലെയുള്ള ചർച്ചകളാണ് നമ്മുടെ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്നത്, അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുപ്രവർത്തനത്തെ ശുദ്ധീകരിക്കുന്നത്, നമ്മുടെ പൊതുസമൂഹത്തെ ശുദ്ധീകരിക്കുന്നത്. ജനാധിപത്യത്തോടും രാഷ്ട്രീയത്തോടുമൊക്കെ യുവതലമുറയ്ക്ക് കുറച്ച് ഇഷ്ടമുണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ കാരണമാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറിച്ച് ഡി.മണി ഇവിടെ നിന്ന് എവിടേക്ക് പോയി, അല്ലെങ്കിൽ ഡി.മണി ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡി.മണി ഇപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിക്കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ടം അവിടെ നിന്ന് ടോയ്ലറ്റിൽ കയറി. ഇതൊന്നും അല്ല വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ശ്രീകണ്ഠൻ നായർ അവതരിപ്പിച്ച അതാണ് ചർച്ച. അങ്ങനെയാണ് ചർച്ചകൾ പോകേണ്ടത് എന്നുമാണ് എൻ്റെ പക്ഷം.